നമുക്ക് എന്ത് തോന്നും? ഒന്നും വേണ്ട, നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ ഇരുന്നു, നാളെ രാവിലെ നമ്മൾ വന്നപ്പോൾ ഇത്തിരി താമസമായി, അപ്പോൾ അവിടെ ആരെങ്കിലും ഇരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ വന്നാൽ എന്താ ചെയ്യുക? ഏതോ പാവാണ്, ആൾ അറിഞ്ഞിട്ടില്ല. നമുക്ക് അതിനോട് ദേഷ്യമൊന്നും ഉണ്ടായില്ല, എന്നാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സഹിക്കായ. എന്താ കാരണം? വെറുതെ നിസ്സാരാണ് ഒരു ഉദാഹരണം. ശരിയോ തെറ്റോ? ഒരു ചെറിയ ചിന്ത വന്നുകൊണ്ട് എന്തുകൊണ്ട്? എന്താ കാരണം? നമ്മളൊരു ദിവസം ആ കസേരയിൽ ഇരിക്കുക കാരണത്താൽ എന്തു വന്നു? അതിനോടൊരു ഒരു ആ കസേരയ്ക്ക് വലിയ ഭംഗി ഉണ്ടായിട്ടോ, വലിയ പ്രാപ്തി ഉണ്ട്, അവിടെ സുഖം. അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നോക്കണം, കഴുത്തിന് കഴിഞ്ഞ്. എന്നാലും ഇപ്പം ഇന്ന് കിട്ടിയതോ കുറേ കൂടി സൗകര്യം. എന്നാലും നമ്മൾ എന്ത് ചെയ്യും? ഇതിനേക്കാളും നമുക്ക് എന്തായിട്ടാണ് തോന്നുന്നത്? നന്നായിട്ട്. അതെന്താണെന്നറിയോ? സുഖവും തൃപ്തിയും സന്തോഷവും ഒന്നുമല്ല. ഒരു ദിവസം ആ സ്ഥാനത്ത് ഇരുന്നിരുന്ന ആ കസേരയുടെ എന്ത് വന്നുപോയി? ഒരു ഒട്ടൽ, അഭിഷേകം എന്നാ പേര്, അറ്റാച്ച്മെന്റ് എന്ന് പറയും. എന്താ? ഒരാസക്തി. അയ്യോ, ഇപ്പൊ ഒരു കസേരയിൽ ഒരു 5-6 മണിക്കൂർ ഇരുന്ന പിജാതി ഒട്ടലുണ്ടാവും. 2-3 ദിവസമൊക്കെ ഒരു ദിക്കിൽ നിന്ന് എന്തുണ്ടാവും? അതല്ലേ നമ്മൾ എന്തൊക്കെ തല്ലുകൂടി ഭാര്യയുടെ അടുത്ത് മുടി പിടിച്ച് പറിച്ച് ചെവിട് മറ്റേ ഭാര്യ പഠിച്ച് പറിച്ച് കൊണ്ടുപോയി വൈകുന്നേരം ആകുമ്പം കമലാക്ഷിയെ ചോദിച്ച് പഠിപ്പര കയറി പിന്നെ നമ്മൾ ചെല്ലില്ലേ? എന്താ കാരണം? അത് കമലാക്ഷി അമ്മോടുള്ള സന്തോഷം കൊണ്ടൊന്നുമല്ല. പിന്നെ എന്താ? എന്നാലും താൻ പെറ്റ് വളർന്ന് കേട്ടോ ഒരൊട്ടല് ആ സ്ഥാനത്തിനോട് നമുക്ക് ഉണ്ടാവുകൊണ്ട് നമുക്ക് അങ്ങനെ ഇങ്ങോട്ട് പിരിഞ്ഞു പോകാനൊന്നും ഷണ്ടയൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ വൈകുന്നേരം നമ്മൾക്ക് ചൊറിഞ്ഞും കുത്തി അവിടെ തന്നെ എത്തും. ശരിയല്ലേ? അതാണ് കാരണം. അത് അഭിഷേകം ഒട്ടലാണ്. സന്യാസി അങ്ങനെ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് സന്യാസി എന്ത് ചെയ്യണത്? സന്യാസി ഒരു നാഴിക ഇവിടെ പിന്നെ നാളെ ഇങ്ങനെ അതാണ് സഞ്ചാരി. അങ്ങനെയുള്ള ആളെയാണ് എന്ത് പറയുക? കാമ്യാനാം കർമ്മണാന്യാസം സന്യാസം കവയോ വിത്തോ. ഏതാണ് ഏറ്റവും ആസക്തി ഉണ്ടായ വിഷയം? ആ ആസക്തി ഉണ്ടായ വിഷയത്തിൽ എന്തുണ്ടാവണം? ഏറ്റവും ഇഷ്ടപ്പെട്ടതിനോട് അനിഷ്ടം ഉണ്ടാവുക. അനിഷ്ടം ഉണ്ടാവുക അതിലും ആസക്തി പോവുക. അങ്ങനെ ഉണ്ടാവണം. പണ്ടെടുത്തും വന്ന് ഭാര്യ ഉപേക്ഷിച്ചു. അയ്യോ എന്തോ ചോദിക്കില്ല, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉപേക്ഷിക്കണം എന്നാണ് ആര് പറഞ്ഞത്? ഗുരുനാഥൻ പറഞ്ഞതെന്നും പറഞ്ഞു. അയാൾ സ്വൈരായിട്ട് എങ്ങോട്ടോ പോവുകയും ചെയ്തു. എന്താ പാവം, ഭാര്യയ്ക്കൊന്നും പറയാനും ഇല്ല, ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം തീരുമാനമായി. ഇവിടെ സംഗതി പോവുകയും ചെയ്തു. എന്ത്? ഇതൊന്നും കേട്ട് വേണ്ടാത്തതിന് പോരുത് കേട്ടോ, നേരം പോക്ക് പറഞ്ഞതാ. അതായത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാ. പിന്നെ ഒന്നിനോടൊരു പ്രത്യേകത തോന്നാണ്ടിരിക്കുക. അത് കേമാണ്, ഇത് മോശമാണ്, നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല. അത് കുറെ കേമാണ്, ഇത് കൊള്ളില്ല. എല്ലാറ്റിനോടും സമബുദ്ധിയായിട്ടിരിക്കുക. അത് പ്രത്യേകം. പണ്ടൊരു സ്വാമിയാർ വന്നു, ചോദിച്ചു, സ്വാമിക്ക് എന്താ കുടിക്കാൻ വേണ്ടത് ചോദിച്ചു. പാല് വേണോ പച്ചവെള്ളം വേണോ ചോദിച്ചു. അപ്പോൾ സ്വാമി പറഞ്ഞു, ഉണ്ണേ നമുക്ക് പാലും പച്ചവെള്ളവും പാലെന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. മനസ്സിലായില്ലേ? ആ ജാതിയൊന്നും എടുക്കരുത് കേട്ടോ. അതൊക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടോ? എന്നൊക്കെ വാക്കുകൊണ്ട് പറഞ്ഞ ജാതിയല്ലേ. അപ്പൊ പാലായാലും പച്ചവെള്ളം ആയാലും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല എന്നൊരു സ്ഥിതി വന്ന അതിന്റെ പേരാണ് എന്തോ വലിയ സ്ഥിതി. അത് സന്യാസിയുടെ തന്നെയല്ലേ. അപ്പൊ നമുക്കിപ്പോൾ വ്യാഖ്യാനിക്കാനൊന്നും പറ്റിയ ഒരു സ്ഥിതിയാണ് അത്. മാനസികമായ ഒരു ഭാവസ്ഥിതി. ഒക്കെ എണ്ണാനും കണക്കാക്കാനൊന്നും നമ്മളെ പോലെയുള്ളവർക്കൊന്നും പറ്റില്ല. ആ നിലയിലെത്തണോരോ ആ നിലയിലെത്തിയും. അതുകൊണ്ട് ഇത് കാവ്യ ചുറ്റിയതുകൊണ്ട് മാത്രം ഉണ്ടാവില്ല, സന്യാസി ആവില്ല. അത് ചുറ്റായോണ്ട് ആരും അതല്ലാണ്ടേയും ആവില്ല. അതാണ്. അപ്പം ചുറ്റാത്തവരും കുറേ നമ്മുടെ ചിലപ്പോൾ തോന്നും ചുറ്റാത്തതാണ് ചുറ്റിയതിനേക്കാളും ചിലപ്പം നമ്മൾ നാടാന്തരം പോകുമ്പോൾ ചില ആളുകളെ കണ്ടിട്ടുണ്ടേ, എന്താ എല്ലാവരും കാവ്യൊന്നും ചുറ്റിയിട്ടുണ്ടാവും, കണ്ടാലൊന്നും മനസ്സിലാവും. പക്ഷേ ഇപ്പോൾ ഇത്ര കേമന്മാരാവും എന്നാൽ ചിലതുണ്ടാവും. അത് തോന്നുന്നു ചോപ്പിൻ്റെ പെട്ടിക്കൊക്കെ തല്ല് കൂടുന്നത് എന്ത് നിസാര കാര്യത്തിന്. അപ്പോൾ നമുക്ക് തോന്നും വല്ലാത്ത ജാതിന്ന് എന്ത് കൗതുക്കാണ് ലോകെ. പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവരും മോശമാണ്, എല്ലാം നന്നല്ല. നല്ലത് ഏതാ ചീത്ത ഏതാന്ന് അവനവൻ്റെ കഴിവിനനുസരിച്ച് മനസ്സിലാക്കി എടുക്കേ പറ്റുള്ളൂ. വേറെ ഒന്നും നിവൃത്തിയില്ല. അപ്പോൾ സന്യാസി മഹർഷി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സന്യാസിക്ക് വിവാഹം ഭാര്യ കുട്ടികളൊന്നും ഉണ്ടാവില്ല, സർവസംഘ പരിത്യാഗിയാണ്. എന്നാൽ മഹർഷി ഋഷി എന്നൊക്കെ പറയും. അവർക്ക് എന്താവാം? ഋഷി വെച്ചാൽ ദർശനാത് ഋഷി എന്നാണ്. ദർശനമല്ല അല്ലെ ഋഷി എന്ന് പറയും. എന്ത് ദർശനം പറഞ്ഞാൽ എന്ത് ദർശനം? ദർശനം എന്ന് പറഞ്ഞാൽ തപസ്സിൻ്റെ മഹിമയുണ്ട്. ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും ഒരുപോലെ കണ്ടറിഞ്ഞ് രൂപപ്പെടുത്താൻ കഴിവുള്ള ആളാണ് ആര്? ഋഷി. ആ ഋഷി കുറേയും കൂടി കേമനായി മൂപ്പായാൽ എന്ത് വരും? മഹർഷിയാവും. ഇനി ബ്രാഹ്മണനായ ആളാണ് ഋഷിയായത് വെച്ചാൽ ബ്രഹ്മഋഷിയാവും. രാജാവായിട്ടുള്ള ആളാണ് ഋഷി അയച്ചാൽ രാജഋഷിയാവും. ഇതൊന്നും അല്ലാത്തവനാ ഋഷി അയച്ചാൽ ഋഷിയാവും.
സാധാരണ ഋഷി മനസ്സിലാവണില്ലേ? ഋഷി എന്നാ പറഞ്ഞ മുനി. അതെന്താ സാധനം? മുനി. മുനി വെച്ചാൽ മനനാത് മുനി. ഈശ്വരതത്വത്തെ നിരന്തരം ഹൃദയത്തിലിട്ട് മനനം ചെയ്ത് ആ ധ്യാന സ്വരൂപത്തിൽ ഉറച്ച മഹാത്മാവിന്റെ പേരാണെന്ത്? മുനി. അപ്പൊ സന്യാസിക്ക് മുനിയാവാം, ഋഷിക്ക് മുനിയാവാം, മുനിക്ക് സന്യാസിയാവാം, മുനിക്ക് ഋഷിയാവാം, തെറ്റില്ല. പക്ഷെ അത് വേറെ വേറെയാണ്, സംഗതിയൊക്കെ വേറെ വേറെയാണ്. മനസ്സിലായില്ല? ഇനിയിപ്പോൾ എന്തായാലും പറയാതെ വിട്ടത്? മഹർഷിയായി, മുനിയായി, യോഗി. യോഗി അഷ്ടാംഗ യോഗത്തിന്റെ വഴിയിൽ ഈശ്വരഭാവത്തെ ഹൃദയത്തിൽ സാക്ഷാത്കരിച്ച് ആ യോഗ സമ്പ്രദായത്തെ മുറുകെ പിടിച്ച് മുമ്പിക്ക് പോണ ആളാണ് എന്ത് പറയുന്നത്? യോഗി. അത് വേറൊരു മഹിമയാണ്, തിരിച്ചില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ വെച്ചാല് ഈ താപസനെ പറഞ്ഞില്ലേ? താപസൻ എന്ന് പറഞ്ഞാൽ തപസ്സുശീലായ ആള്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, രാവിലെ പറഞ്ഞില്ലേ തപസ്, 3 ജാതി തപസ്, അത് നിഷ്ഠയോടുകൂടി ഉറപ്പിച്ചു വെച്ച ആൾ, അവരെയാണ് എന്ത് പറയുക? താപസന്മാര് എന്ന് പറയുക. അപ്പൊ താപസൻ എന്താവാം? ഋഷിയാവാം. താപസൻ എന്താവാം? മുനിയാവാം. താപസൻ എന്താവാം? സന്യാസിയാവാം. താപസൻ എന്താവാം? യോഗിയാവാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആവണതിന് വിരോധമൊന്നുമില്ല. പക്ഷേ എന്താണ്, ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള, അതായത് ഓരോന്നിലും പ്രത്യേകത വെച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ചവരാണ്. ഇപ്പൊ നമ്മൾ ഡോക്ടർമാർ, MBBS പഠിച്ചവരൊക്കെ ഡോക്ടർമാർ തന്നെയാണ്. നല്ലൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് എന്താ, നമ്മൾ ചൊറിഞ്ഞു കുത്തി മാന്തുമ്പോ എങ്ങടാ പോവുക? ഓർത്ത. എന്താ ചൊറിയുമ്പോൾ ഓർത്തിട്ടില്ല, അത് മുട്ടലിന് വയ്യാണ്ട് നമ്മൾ എവിടേക്ക് പോണത്? നല്ലോണം ഓർത്തോ. അപ്പോഴാണ് നമ്മൾ ഓർക്കുക. അതുവരെ നമ്മളൊന്നും ഓർക്കാണ്ട് അഹമ്മദി കാണിച്ച് നടന്നിപ്പോൾ ഓർക്കാൻ തുടങ്ങി. ആരെ? അങ്ങനെയല്ലേ? ഓർത്തോ പറഞ്ഞാൽ എല്ലിൻ്റെ അങ്ങനെയൊക്കെയുള്ള വിഷയമായിട്ട് ഓർത്തോ. പിന്നെ തൊക്കിൻ്റെ തൊലിക്ക് വയ്യാണ്ട് വരുമ്പം അതിനുള്ള പ്രത്യേകം പഠിച്ച ഡോക്ടർമാരുടെ അടുത്ത് പോകും. ഹൃദയത്തിന് വയ്യായി വരുമ്പം, വയറിന് വയ്യാണ്ട് വയറിൻ്റെ വയ്യായ്ക്കുള്ള പ്രത്യേകം പഠിച്ചതോ. അപ്പൊ ഒക്കെ എല്ലാവരും MBBS പഠിച്ചതിന് ശേഷം കൂടുതൽ പഠിച്ചാൽ എന്താ ഈ പറഞ്ഞ വിശേഷ പഠിപ്പൊക്കെ. അപ്പൊ അതൊക്കെ എല്ലാവരും എന്താണ്? ഡോക്ടർമാരാണ്. എന്നാലും ഓരോന്നിൽ ഇപ്പൊ നമ്മളൊരു പനിയായിട്ടൊരു ഹൃദയരോഗ വിദഗ്ധന്റെ അടുത്ത് പോയി എനിക്കറിയില്ല അത് എന്ന് പറയുള്ളൂ, അദ്ദേഹത്തിന് അതൊക്കെ നിശ്ചയം ഉണ്ടാവും. പക്ഷെ അതിലേറെ അദ്ദേഹം മറ്റേത് കൂടുതൽ പഠിച്ചതിൽ അഭ്യാസം നല്ലോണം ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അതുപോലെ പലതരത്തിൽ ഋഷി, മുനി, യോഗി, അതുപോലെ സന്യാസി, താപസൻ എന്നൊക്കെ പറയണത്. ഇപ്പൊ ഇവിടെ താപസാഹ ഭുഞ്ചതേ, താപസന്മാരും നല്ലോണം വന്ന ആഹാരം കഴിക്കുന്നുണ്ട്. താപസന്മാര് മാത്രമല്ല കഴിക്കുന്നത്, പിന്നെ ആരൊക്കെയുണ്ട്? താപസാ ഭുഞ്ചതേ, ബ്രാഹ്മണ ഭുഞ്ചതേ, മാത്രമല്ല ശ്രമണാഹ, സന്യാസിമാര് ഭുജിക്കുന്നുണ്ട്. ഇനി പ്രത്യേകമായിട്ട് കേൾക്കണമെന്ന് കേട്ടുള്ളൂ. വൃദ്ധാശ്ച വ്യാധിതാശ്ചൈവ സ്ത്രീയോ ബാലാസ്തഥൈവ ച അനിശം ഭുഞ്ചമാനാനാം ന തൃപ്തിരവൽഭ്യതേ. എന്നെച്ചെന്താർത്ഥം? ഇവരെങ്ങനെയാണെന്നറിയൂ? വൃദ്ധാശ്ച, കാരണവന്മാരൻ എന്തല്ലേ അവിടെ ഓരോരുത്തരൊക്കെ ഓരോ വയസ്സായ ആളുകൾക്ക് പ്രത്യേക വരിക. വൃദ്ധാശ്ച വ്യാധിതാശ്ചൈവ, വ്യാധിതാശ്ച വയ്യായുള്ളവരെ, പല ജാതി വയ്യായുള്ളവരുണ്ടാവും. അവർക്ക് അപ്പുറത്ത് കൂടി വേറെ വരിയുണ്ട്. വെയിലൊന്നും കൊള്ളാൻ പറ്റില്ല അവർക്ക്. അപ്പം അതുകൊണ്ട് അവർക്ക് വേറെ അവരെ പ്രത്യേകം വേഗം വിടും ആ കൂട്ടുകാരിലേക്ക്. അതാണ് വ്യാധിതന്മാർ. സ്ത്രീയ, പെണ്ണുങ്ങൾക്ക് പ്രത്യേകം വരിയുണ്ടെന്നേ. അമ്പമ്പോ ഇതൊന്നും തുടങ്ങിയതല്ലോ. സ്ത്രീകൾക്ക് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ, നമ്മുടെ വിചാരം നമ്മളിപ്പോഴാണ് സ്ത്രീകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, പരിഗണിക്കാൻ തുടങ്ങി. ഇപ്പോഴൊന്നുമല്ല, പണ്ടും സ്ത്രീകൾക്ക് പരിഗണനയുണ്ട്, പുരുഷന്മാർക്ക് പണ്ടൊന്നുമില്ല. അന്നും പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇപ്പോഴും സ്ത്രീകളൊക്കെ, നമ്മളെ ബസ്സിൽ കയറുന്ന കാര്യം പണ്ട് പറയാറില്ലേ? ബസ്സിൽ അന്തസ്സുള്ള വാതിലേതാ? ബസ്സിൽ വാതിൽ 2 ഇല്ലേ? അന്തസ്സുള്ള വാതിലേതാ? പിമ്പിലത്തെ വാതിലൊക്കെ അന്തസ്സ് കുറഞ്ഞ വാതിലാണ്. മുമ്പിലത്തെ വാതിലാണ് എന്ത്? അന്തസ്സുള്ള വാതില്. ആ അന്തസ്സുള്ള വാതിക്ക് കൂടി ആരെ കയറും? പെണ്ണുങ്ങൾ അങ്ങോട്ട് കയറും. എന്നിട്ട് ഇനി ആ വാതിക്ക് കൂടി ഏതെങ്കിലും ഒരുത്തൻ അബദ്ധത്തിൽ കയറിപ്പോയി അപ്പൊ അവന് കുടുംബത്തിൽ കയറാൻ പോലും തോന്നില്ല. എന്താ കാരണം? ഇത് ചീത്ത വിളിച്ചിട്ടേ, പെണ്ണുങ്ങളും വിളിക്കുകയും ചീത്ത, ബസ്സിൻ്റെ ആളും വിളിക്കുകയും ചീത്ത. അബദ്ധത്തിൽ കയറിപ്പോയത് കുപ്പായ കൂരിട്ട മാതിരി ഇപ്പൊ എന്ത് ഒരു ജാതി ചീത്ത വിളിച്ചാൽ നമ്മൾ നാണം കണ്ടില്ലേ? അബദ്ധത്തിൽ കയറിയതാണ്. എന്ത് ചെയ്യുക? ഇറങ്ങി പോവല്ലാണ്ട് എന്താ ചെയ്യണം? അപ്പുറത്ത് കൂടി വന്ന് കയറി, എന്നാലും ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കും പറ്റുള്ളൂ. ഇതല്ലേ? അതാണ്. അത് കയറിയതുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടല്ല, എന്നാലും അങ്ങനെയാണ് പെണ്ണുങ്ങളും കിടക്കും. എന്നിട്ട് ആണുങ്ങളൊക്കെ ചീത്ത അറടപ്പടക്കേ എന്നൊക്കെ പറയും ചെയ്യും. ബസ് പോവാറാകുമ്പോൾ ഒരു വെപ്രാളാണ്. ആണ് പെണ്ണെന്നൊന്നുമില്ല, വെപ്രാളം എല്ലാവർക്കും സമ അങ്ങനെ. എന്നിട്ട് സ്ത്രീകൾ വലിയ കേമായിട്ട് മുമ്പിൽ കൂടി കയറി ഇങ്ങോട്ട് വരുമ്പം ആദ്യത്തെ 3 കസേരയിൽ എന്ത് എഴുതിയിട്ടുണ്ടാവും? സ്ത്രീകൾ, നാടൻ സ്ത്രീകൾ. നാടൻ സ്ത്രീ സാധാരണ സ്ത്രീകൾ,
പ്രത്യേകിച്ചൊരു ഏറ്റക്കുറച്ചിലൊന്നും പറയാത്ത നമ്മുടെ നാട്ടിൽ സാധാരണ അമ്മമാരെയാണ് എന്ത് പറയുന്ന ആ സ്ത്രീകൾ. അങ്ങനെ നമ്മൾ ഒരു ഭാഷ പറഞ്ഞൊന്നുമില്ല, അങ്ങനെ ചീത്തത്തം പറഞ്ഞതല്ല കേട്ടോ, സാമാന്യമായിട്ടുള്ള ആളുകൾ, സാധാരണ സ്ത്രീകൾ. പിന്നെ അത് കഴിഞ്ഞ് തൊട്ട് പിമ്പിൽ പ്രായമായ സ്ത്രീകൾ, വല്യമ്മമാര്. അതപ്പോൾ എങ്ങനെയാ മനസ്സിലാവുകയെന്നാണ് അറിയില്ല, മനസ്സിലാവില്ല. എന്നാലും അങ്ങനെ ഒരു ബോർഡായിട്ടില്ല, പ്രായമായ സ്ത്രീകൾ എന്ന് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം തൊട്ട് പിമ്പിൽ വയ്യായുള്ള സ്ത്രീകൾ, കാലിന് വയ്യായ, കൈക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും, ചില നിൽക്കാൻ ഉണ്ടാവുമല്ലോ, നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല, വയ്യായൊക്കെ ഉണ്ടാവില്ല, അവർക്ക് പ്രത്യേകമായിട്ട്. അമ്പമ്പോ. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് നോക്കിയപ്പോൾ 2 കസാര, അതിൻ്റെ മുകളിൽ എഴുതി അമ്മയും കുഞ്ഞും. അമ്മയും കുഞ്ഞും എന്തല്ലേ. അതിന് തൊട്ട് പിമ്പിൽ 2 കസാര, അതിൽ എഴുതിയിരിക്കണം അമ്മായി അമ്മയും മരുമകളും. എന്തല്ലേ, അങ്ങനെ ഇല്ലയെന്നോ? വേണ്ടതാണ്, നമുക്കതിന് അഭിപ്രായം ഉണ്ട്. പക്ഷെ കുടുംബത്തെ എന്തായാലും ഇത് 2 കൂടി ഒന്നിച്ചിരിക്കില്ല. ബസ്സിലെങ്കിലും കയറുമ്പോൾ ഒപ്പരുന്ന് ശീലമായാലും കുടുംബത്ത് വന്നാൽ എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ ഉണ്ടായാലും എന്താ ശല്യ. എന്താ എന്നാ ആണുങ്ങൾക്ക് ഇരിക്കാൻ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. എന്നിട്ട് ഈ ജാതി എത്ര കസാരയെന്ന് എണ്ണിയ വരലെമ്പില്. നമ്മളിപ്പോൾ വലജാതി പറഞ്ഞില്ലേ, ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് വെച്ചതാണേ. എന്നിട്ട് ഈ പെണ്ണുങ്ങളാച്ച ഈ കസാരയൊക്കെ ഒഴിഞ്ഞിരിക്കുമ്പോൾ ഇതുമ്പിലൊന്നും ഇരിക്കില്ല, ഇതൊന്നും എഴുതാത്തതിൻ്റെ മുകളിൽ വന്നിരിക്കും. ഒന്നും എഴുതാത്തതിൻ്റെ മുകളിൽ അതാർക്കും ഇരിക്കാമല്ലോ, അവിടെ വന്നിരിക്കും. എന്നിട്ട് വല്ല മുട്ടാലിനോ വയ്യാത്ത 90 കഴിഞ്ഞ കാർന്നോർ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങളുടെ പേര് എഴുതിയെങ്കിൽ ഇരുന്നാൽ ആ കാർന്നോർ പിന്നെ ആ പുഴയെ ചാടിച്ചാവുക നല്ലത്, വീട്ടിലേക്ക് പോകാണ്ടിരിക്കുക നല്ലത്. പോയാലൊരു സ്വൈരല്ലാണ്ട് ഇരിക്കേണ്ടി വരും കുടുംബത്ത്. നാണം കെട്ടിട്ടേ ഇതൊക്കെ തെറിയാ പറയുക. കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ചീത്ത വിളിക്കുന്നത്. ആ പാവം അദ്ദേഹം കുറേ ദൂരെ നിന്ന് കയറിയതാണ്, ആരും ഉണ്ടായിരുന്നില്ല ബസ്സിലേ. അപ്പോൾ ഏതോ ഒരു സ്ത്രീയുള്ള അവ പോരുന്ന ഏതോ രസാരമില്ല. എന്നിട്ട് പിന്നെ ഏതോ 2 ആൾ അവിടേക്ക് ഇവിടേക്കൊക്കെ മാറിയിരിക്കും. ഇത് വയ്യാത്ത തനിക്കും അച്ഛൻ്റെ അല്ലെങ്കിൽ തനിക്കും ഇങ്ങനെ അമ്മാവൻ കാരണം 90 പ്രായമുള്ള ആളാണ്. നീക്കാൻ നടക്കാനൊക്കെ വലിയ നെല്ല് വയ്ക്കും. ഒരു ദിക്കിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കുനിഞ്ഞ് കയറി മറ്റേക്ക് തിരികെ ഇറങ്ങി വലിയ പാടാ കാലം മടക്കിയപ്പോൾ ഇരുന്നപ്പോൾ അവിടെ അങ്ങോട്ട് ഇരുന്നു. പിന്നെ എഴുതാനും വായിക്കാനും നിശ്ചയമുണ്ടോ എന്ന് അറിയില്ല, ഇത് കണ്ടോ വായിച്ചോ എന്നൊന്നും നിശ്ചയില്ല. എന്താ ചെയ്യാൻ അദ്ദേഹത്തിന് പിന്നെ എഴുത്തും വായനയൊന്നല്ല, ചത്താ മതി എന്നായിട്ടാ പോയത്. ഈ ചീത്ത വിളിച്ചിട്ടേ അങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതൊക്കെ എന്തിനാന്ന് നിശ്ചയമുണ്ടോ? നമ്മുടെ നാട്ടിലൊരു പരിഗണനയാണ്. ഈ പരിഗണന നമ്മൾ എന്ത് ചെയ്യരുത്, അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാക്കിയിട്ട് നമുക്ക് വയ്യായൊന്നുമില്ലെങ്കിൽ അത് പുരുഷനായാലും സ്ത്രീ ആയാലും ഇവരൊക്കെ നമ്മുടെ പുരുഷനായാലും സ്ത്രീ ആയാലും പുരുഷൻ ഒറ്റയ്ക്കൊരു നമ്മുടെ കുടുംബത്തിൽ പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട്. ഇവരുടെ നമുക്ക് ഏറ്റക്കുറച്ചിലൊന്നും തോന്നിയിട്ടും ഇല്ല, തോന്നാനും പാടില്ല. ഒരേപോലെ അച്ഛന് നമുക്ക് സമാനം, അമ്മയും സമാനം, ഏട്ടനും സമാനം, എടുത്തി സമാനം, പെൺകുട്ടീൻ്റെ ചായ സമാനം, ആൺകുട്ടീൻ്റെ ചാൽ അതും സമാനം. അങ്ങനെയല്ലേ നമുക്കെല്ലാം നമുക്ക് സമാനം, വ്യത്യാസമൊന്നും നമ്മൾ തോന്നാനും പാടില്ല. തോന്നുന്നുണ്ടെച്ചാൽ മോശമായി. അങ്ങനെ പോരണ കുടുംബത്തിരിക്കുമ്പം പിന്നെ ഇങ്ങനെ ഇപ്പോൾ ബസ്സിലിരിക്കണതും വണ്ടിയിലിരിക്കണ ഈ സൗകര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, അത് നല്ലത് തന്നെയാണ്. എന്താ വെച്ചോ ഈ പ്രായമായ അമ്മമാർ അല്ലെങ്കിൽ സ്ത്രീകൾ, പൊതുവേ സ്ത്രീകളെ നമ്മളൊരു സ്നേഹത്തോടെയും ഭക്തിയോടെയും കരുതലോടെയും പരിഗണിക്കുക എന്നുള്ളത് പഴയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. സ്ത്രീകളെയൊക്കെ ബഹുമാനിക്കാണ്ട് പോണേ, സ്ത്രീകളെ കണക്കാക്കാതെ പോണേ സമൂഹമൊന്നും ഗുണം പിടിക്കില്ല ഒരു കാലത്ത്. അതെവിടെയായാലും കുടുംബത്താണെങ്കിലും ഏത് പരിതസ്ഥിതിയിലെ. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളെയൊക്കെ നമ്മൾ കണക്കാക്കി ബഹുമാനിച്ച് അതൊരു വലിയൊരു അനുഗ്രഹമാണ്, അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. അതവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞത്. സ്ത്രീകളെ കണ്ടു പ്രത്യേകം വരി പറഞ്ഞിട്ടുണ്ട്, രാമായണത്തിലെ കാര്യമാണ് പറയുന്നത്. സ്ത്രീയശ്ച സ്ത്രീകളോ, അതുപോലെ വൃദ്ധാശ്ച പ്രായമായവർ. ആ പ്രായമായവരുടെ കൂടുതൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പേര് പറഞ്ഞിട്ടുമില്ല, കണ്ടുവോ? വൃദ്ധാശ്ച എന്ന് പറഞ്ഞെങ്കിൽ പ്രായമായവരെന്നേ പറഞ്ഞുള്ളൂ. അതിലമ്മമാരും ഉണ്ടാവും, കാരണവന്മാരൊക്കെ ഉണ്ടാവുകയെ. അപ്പോൾ അവരൊക്കെ പാവം ഈ ഊണഴിക്കാനൊക്കെ നിൽക്കുന്ന സമയം നമ്മളൊക്കെ തന്നെ കണ്ടില്ല, വല്ല അമ്പലത്തിലൊക്കെ പോയാൽ പ്രായമായവർക്കൊക്കെ പാടുണ്ടാവും, നിൽക്കാനൊക്കെ വിഷമമുണ്ടാവും, കുറേ നേരം നിൽക്കുമ്പോൾ വയ്യായി ഉണ്ടാവും, ചിലപ്പോൾ വീണു പോവും. അപ്പോൾ അവരെയൊക്കെ അങ്ങനെ നിർത്താനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെ വിവരമുള്ളവരെന്ത് ചെയ്യും? അമ്മമാരൊന്നും പറഞ്ഞ് നിൽക്കണ്ട, വേഗം വേഗം മുമ്പിലേക്ക് പോയി കണ്ടില്ല അവരെ പറഞ്ഞ് അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ ചെറുപ്പക്കാരപ്പം എന്ത് ചെയ്യണം? അവരെ വേഗം ഉന്തി പറഞ്ഞേക്കണം എന്നാണ്. നമുക്ക് പറ്റുമേ, എന്തുകൊണ്ട് നമുക്ക് കൈക്കും കാലിനും ഇപ്പോൾ ഒരു വിഷമവും ഇല്ല. കുറേ നേരം വേണമെങ്കിൽ നിൽക്കാം, ഇത്തിരി നേരം വേണമെങ്കിൽ ഇരിക്കാം, എന്ത് വേണമെങ്കിലാവാം. പക്ഷെ അവർക്കൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അവരെയൊക്കെ വേഗം, കുട്ടികളെയും നമ്മൾ അങ്ങനെയല്ലേ, ഊണഴിക്കാനൊക്കെ ആണെങ്കിൽ വേഗം ബാലാശ്ച, കേട്ടോ? എന്താ അടുത്തത്? സ്ത്രീയശ്ച സ്ത്രീകള്, ബാലാഹ കുട്ടികള്, അവർക്കൊക്കെ പ്രത്യേകം വരിയുണ്ട് യജ്ഞശാലയിൽ ഊണഴിക്കാനും എല്ലാറ്റിനും ഉണ്ടെന്നാണ്. അപ്പം അന്നേ ഉണ്ട്. എന്ത് MBAക്ക് പോണവരൊക്കെ ഒന്ന് വായിച്ചു പോയിക്കോളൂ. എന്ത് മനസ്സിലാവണ്ടല്ലോ എങ്ങനെയാ പഠിക്കേണ്ടതെന്നൊക്കെയാണ്. അതാ പറഞ്ഞത്. വൃദ്ധാശ്ച വ്യാധിതാശ്ചൈവ സ്ത്രീയോ ബാലാസ്തഥൈവ ച അനിശം ഭുഞ്ചമാനാനാം ന തൃപ്തി ഉപലഭ്യതേ. അവരിങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടേ തൃപ്തിയാവില്ല എന്ന്. അതെന്താ അങ്ങനെ തൃപ്തിയാവില്ല എന്ന്? കുറേശ്ശേ കൊടുക്കണത്
തൃപ്തിയാവില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാം? എപ്പോഴാണ് നമുക്ക് തൃപ്തിയാവായ ഉണ്ടാവുക? 2-3 ഇക്കിൽ തൃപ്തിയില്ലായ ഉണ്ടാവും. ഒന്ന് ലേശം തന്നു ചേർന്ന് മതിയായില്ല. അതങ്ങനെ ആവാൻ വഴിയില്ല. എന്താ കാരണം? രാജാവിന്റെ ഈ പെരുമാറ്റം കണ്ടിട്ട് അങ്ങനെയൊന്നും ആവില്ല. പിന്നെ തൃപ്തി ആവണില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പറഞ്ഞോളൂ. ചിലപ്പോൾ നമുക്ക് ചിലരൊക്കെ സ്നേഹത്തോടെ വിളമ്പാൻ തുടങ്ങിയാൽ വലിപ്പം കണ്ടു പോകും കയ്യിന്ന്. ഏതിൻ്റെ? നമുക്കൊരു വലിപ്പമൊക്കെ കണക്കിലുണ്ട്. അപ്പൊ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മതിയായി മതി, ഉവ്വ, ലേശം കൂടി ആവാം, ഉവ്വ. എന്ത് ഉവ്വന്ന്? ഇതൊക്കെ ഒരേ ദിക്കിക്കാ പോണത്. പക്ഷെ നമ്മൾ എന്താ കാരണം? വല്ലാത്തൊരു സ്നേഹമാണ്. രാജാവിന്റെ കൊട്ടാരത്തിൽ ഊണ്, യജ്ഞശാലയിലെ ആഹാരം അത്ര സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഭക്തിയോടെയും ആണ് കൊടുക്കണത്. അപ്പൊ ഈ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ വലിയ ബഹുമാനിക്കപ്പെടുകയാണേ അവര്. അപ്പൊ അവർക്ക് എന്ത് തോന്നുന്നു? കുറച്ചും കൂടി ഉണ്ടായിരുന്നു, നല്ല രുചിയുണ്ടായിരുന്നു, ഇത്തിരിയും കൂടി ഈ രുചി ആഹാരത്തിൻ്റെ ഉണ്ട്. അതിലേറെ ആ കൊടുക്കണ ആളുടെ മനസ്സിന്റെ രുചി. നമുക്കിപ്പോൾ ഇഷ്ടമായിട്ട് സന്തോഷിച്ച് സ്നേഹിച്ച് ബഹുമാനിച്ച് എവിടെന്നെങ്കിലും തരുമ്പം അതെന്ത് കൂടും? രുചി കൂടും. നിന്ദിച്ച് തരുമ്പോൾ നമുക്ക് എത്ര രുചിയുള്ള ആഹാരമാണെങ്കിലും രസം തോന്നൂല്ല. ശരിയല്ലേ ഇത്? അപ്പം അതിൽ പ്രധാന ആഹാരത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എന്തെങ്കിലും കിട്ടിയതുകൊണ്ടൊന്നും അങ്ങനെ തിന്നൊന്നുമില്ല. മനസ്സിനും കൂടി എന്ത് തോന്നണം? തൃപ്തി തോന്നിയാൽ നമ്മളൊക്കെ അല്ലേ? അങ്ങനെയൊരു അതൊരു ആഹാരത്തിലൊരു വലിയ വിഷയമാണ്. അതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ആഹാരം ഇങ്ങനെ കഴിച്ചിട്ട് മതിയാവണില്ല എന്നാളൊക്കെ. അതാണ് ഇന്ന് തൃപ്തി രൂപലഭ്യതയെ പറഞ്ഞ ഉണ്ടിട്ട് മതിയായില്ല എന്നാണ്. എന്താ കാരണം? രാജാവാണെങ്കിലോ യജ്ഞശാലയിൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ട് ആ മുണ്ടിന്റെ തല ഇടത്തെ കൈ കൊണ്ട് പിടിച്ചിട്ട് പിന്നാക്കം കൈ കെട്ടിയിട്ടൊരു നടത്തണ്ട അവിടെ ഊട്ടുവരയിൽ. ആര് അങ്ങനെ ഉണ്ടെന്ന് എവിടെയും പോയി പറയണ്ട കേട്ടോ. ഒന്നും ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. എന്ത് ഭാഷ കേട്ടപ്പോൾ നമുക്ക് തോന്നിയത് അങ്ങനെ നടക്കണ്ടാവുമെന്ന്. എന്ത് സങ്കല്പിച്ചു നോക്കൂ. രാജാവിന്റെ ഭാഷയാണ്. എന്താ രാജാവ് ഇങ്ങനെ പറയുന്നു? ദീയതാം ദീയതാം അന്നം വാസാംസി വിവിധാനി ച ഇതി സഞ്ജോതിതാസ്തത്ര തഥാ ചക്രുരനേകശഃ. എന്താ പറഞ്ഞത്? ദീയതാം ദീയതാം അന്നം വാസാംസി വിവിധാനി ച. രാജാവിന്റെ കൽപ്പനയാണ്. കൽപ്പന വെച്ചാൽ രാജാവിന്റെ നിർദ്ദേശം. രാജാവ് അങ്ങനെ കൽപ്പന പറയണമെങ്കിൽ എന്തുണ്ടാവണം? ആ ഊട്ടുവരയില്, ഊട്ടുവര എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല, അന്നദാനശാലയിലെ രാജാവ് ഇങ്ങനെ മുണ്ടിന്റെ അടുത്ത കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഓരോ ദിക്കിലും നോക്കിയത് മേൽനോട്ടത്തിന് രാജാവ് ഇങ്ങനെ നടക്കുമ്പം രാജാവ് പറയുന്നത് ദീയതാം ദീയതാം അന്നം വിളമ്പോ വിളമ്പോ എവിടേക്ക് വരിക? മഹാരാജാവ് മതിയായി എന്ന് പറഞ്ഞാൽ അങ്ങനെ നിർത്താത്താൻ വിളമ്പോ. അദ്ദേഹത്തിന് തിരുമനസ് അടിയന്റെ വയറ്. എന്താ വയറിന്? ഉണ്ണോ ക്ഷീണണ്ടേ? ആർക്ക്? അദ്ദേഹമാണെങ്കിലേ അവിടെ നിന്ന് ചിലപ്പോൾ അന്ന് ഉണ്ടും ഇരിക്കോ എന്നൊരു സംശയം. എന്താ കാരണം? തൃപ്തി അല്ലേ? അതല്ലേ വേണം ദീയതാൻ. രാജാവ് പറയുകയാണെ. അപ്പൊ രാജാവൊക്കെ വന്ന് വിളമ്പാൻ തുടങ്ങിയാൽ പിന്നെ പ്രജകൾ ഉണ്ടാ മതിയാവുമോ? അവര് ഉണ്ണന്നെ ദീയതാം. ഈ ദീയത എന്ന് പറഞ്ഞ ഒരൊറ്റ തവണ പറഞ്ഞാൽ തന്നെ എന്ത് അർത്ഥം മനസ്സിലാവും? വിളമ്പോ എന്നാണ്. പക്ഷെ എത്ര തവണ പറഞ്ഞു? തവണ. എന്തിനാ അങ്ങനെ പറയുന്നത്? കൊടുക്കൂ എപ്പോഴാ പറയുക? നമ്മളെ സാധാരണ വിളമ്പോ എപ്പോഴാ പറയുന്നത്? വിളമ്പണം അത്രയ്ക്ക് നിർബന്ധം ഉണ്ടായി വരുന്ന സമയത്താണ് നമ്മൾ എന്ത് പറയുള്ളൂ? അല്ലെങ്കിൽ എന്താ പറയുള്ളൂ? വിളമ്പോ ആണെങ്കിൽ അവർ വേണോ വേണ്ട വെച്ചിട്ടാ പറഞ്ഞു പോവുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെയല്ല. വിളമ്പോ നല്ലോണം വിളമ്പോ. ആളുകളൊക്കെ ആച്ചാൽ മതിയായിട്ട് മതി രാജാവേ അയ്യോ വിളമ്പോ ക്ഷീണുണ്ടോ? വയ്യായുണ്ട് ക്ഷീണം വിളമ്പഞ്ഞാണ് ആളുകളുണ്ട പോലെയിട്ട് ഒക്കെ കഴിഞ്ഞ പൈപ്പിന്റെ ചോട്ടിൽ നിന്ന് കയ്യും കഴുകി മുണ്ടിന്റെ കൊണ്ട് ചുണ്ടും തടച്ചുകൊണ്ട് പോരുമ്പോ രാജാവ് അവിടെയുണ്ട്. പറയണോ? വാസാംസി വിവിധാനിച്ച. കൊടുക്കുമുണ്ട് പല ജാതിന്ന്. എന്താ ഒരേ ജാതിക്കാരെയുള്ള മുണ്ടല്ല, പല ജാതി. വിവിധാനി വാസാംസിച്ച. ചിലർക്ക് പാൻറ് ഷർട്ടും വേണ്ടി വരും, അവർക്കത്. മുണ്ട് കൊടുക്കുന്നവർക്ക് അത് കൊടുക്കേണ്ടി വരും. പിന്നെ ട്രൗസർ മാത്രമാണല്ലോ ഇപ്പൊ പതിവ്, അവർക്കത്. അപ്പൊ എങ്ങനെയാച്ചാ ഇഷ്ടമുള്ള ജാതി ആഹാരത്തിലും ഇഷ്ടം അനുസരിച്ച് കൊടുക്കണം. മാതിരി വസ്ത്രത്തിലും ചിലർക്ക് പുള്ളിയുള്ളത്, അങ്ങനെ വരയുള്ളത്, അല്ലെങ്കിൽ വര പാടില്ലാത്തത്, നിറം ഇങ്ങനത്തേത്, അങ്ങനെയൊക്കെ ഇഷ്ടം ഉണ്ടാവും. വസ്ത്രത്തിലൊക്കെ ഉണ്ടാവേ. അതുകൊണ്ട് വാസാംസി വിവിധാനിച്ച. വാസാംസി വിവിധാനി പറഞ്ഞാൽ പല ജാതി വസ്ത്രങ്ങൾ കൊടുക്കും. ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കാൻ. ഉണ്ട് കഴിഞ്ഞ് വന്നവർക്കാണ് മുണ്ട് കൊടുക്കണത് കേട്ടോ. എന്താണ്? ആർക്കാ മുണ്ട് കൊടുക്കാൻ പറഞ്ഞത്? ഉണ്ട് കഴിഞ്ഞ് വന്നവർക്ക് മുണ്ട് വേണ്ടു. ഉണ്ട് കഴിയണതിന്റെ മുമ്പ് മുണ്ടിന്റെ ആവശ്യം നമുക്ക് ഇല്ല. എപ്പോഴാണ് നമ്മൾ മുണ്ടുമേക്ക് നോക്കുക? ചിരിക്കാൻ പറഞ്ഞതല്ല. നമ്മൾ എപ്പോഴാണ് മുണ്ടുമേക്ക് നോക്കുക? മുണ്ടിച്ച വസ്ത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. എപ്പോഴാ? ഉണ്ട് വയറിങ്ങനെ വലുതാവുമ്പോ മുണ്ടൊന്നിങ്ങനെ
നേരെയാക്കുമ്പോഴാണ് തോന്നുന്നത് ആ അപ്പോഴാണ് അറിഞ്ഞത് തന്നെ. നോക്കിയപ്പോൾ ഊണ് കഴിഞ്ഞ് വന്നപ്പോൾ ആ മുണ്ടിക്ക് നോക്കിയപ്പോൾ ആ മുണ്ടൊക്കെ കുറച്ച് മുഷിഞ്ഞ മുണ്ടാണ് കേട്ടോ. ഊണണതിൻ്റെ മുമ്പ് നമുക്ക് എന്തെങ്കിലും ധൃതിയില്ല, മുണ്ടലില്ലേ. പറഞ്ഞതിൻ്റെ ഒരു സാരാംശം എന്താണെന്ന് പറയുക, കളിയാക്കാനും പരിഹസിക്കാനൊന്നും പറഞ്ഞതല്ല. മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട രണ്ടാവശ്യം ഏതാണെന്ന് അറിയൂ? അന്നവും വസ്ത്രവും. വസ്ത്രവും അന്നമല്ല. എന്തല്ല? അന്നവും വസ്ത്രവുമാണ് മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട രണ്ട് വികാരങ്ങൾ. അത് വലിയ അന്നം. അതല്ലേ പണ്ടൊക്കെ മുത്തശ്ശി വലിയ കഷ്ടപ്പാടുള്ള കാലത്ത് നമസ്കരിക്കുമ്പോൾ എന്താ പറഞ്ഞ? ഉണ്ണാനും എടുക്കാനും ഉണ്ടാക്കി തരണേ എൻ്റെ പെരുന്തൃക്കോവിലപ്പ. എന്താ പറഞ്ഞത്? മറ്റേ കാറ് ഇവിടേക്ക് വരണേ, ഏതാ മറ്റേ കോടിയുടെ കാറ് വരണേന്നൊന്നും അല്ല മുത്തശ്ശി പ്രാർത്ഥിച്ചത്. എന്താ പറഞ്ഞത്? ഉണ്ണാനും ഉടുക്കാനും. അത് തന്നെയല്ലേ അന്നവും വസ്ത്രവും. ഉണ്ണാനുള്ളത് അന്നം, ഉടുക്കാനുള്ളത് വസ്ത്രം. അത് വലിയ പ്രധാനം. പഴയ കാലത്തൊക്കെ അല്ലേ ഈ പഴയ ആളുകളൊക്കെ ചോദിച്ചു നോക്കൂ, അവരൊക്കെ പല ജീവിതം കണ്ടവരുണ്ടാവുകയെ. അന്നത്തെ കാലത്തൊക്കെ ഉണ്ണൽ വലിയ കഷ്ടമാണ്, കഷ്ടപ്പാടൊക്കെ. ഇടക്കാലത്ത് യുദ്ധമൊക്കെ ഉണ്ടായ കാലത്ത് നമ്മുടെ നാട്ടിലെ കഥകളൊക്കെ പറയണം കേട്ടില്ലേ? പ്രായമായ വല്യമ്മമാരും മുത്തശ്ശിമാരും കാരണവന്മാരൊക്കെ ഇപ്പോഴും ഗ്രാമങ്ങളിലും നാട്ടിൻപുറത്തൊക്കെ ഉള്ള കാരണവന്മാർ ആ പഴയ ഓർമ്മയൊക്കെ പറയും. എന്താ കാരണം? അന്ന് നാട്ടിൽ വലിയ കഷ്ടപ്പാടാണ്, ആഹാരമൊന്നും കിട്ടാനില്ല, യുദ്ധത്തിൻ്റെയും മറ്റേതിൻ്റെയും പലതിൻ്റെയും ആയിട്ട് ആഹാര സാധനങ്ങളൊന്നും വരില്ല, കാശില്ല, ദുരിതങ്ങൾ. അന്ന് ഉണ്ണല് ഉടുക്കലും വലിയ വിഷമം. അല്ലെ ഉടുത്തുണക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്തുണക്കുക? ഉടുത്തുണക്കുക എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? മനസ്സിലാവില്ല. എന്നുവെച്ചാൽ എന്താ അർത്ഥം? മുണ്ട് മുക്കുക, എന്നിട്ട് അത് നല്ലോണം പിഴിയുക, കുടയുക, ഉടുക്കുക, എന്നിട്ട് അരയിലിരുന്നത് ഉണങ്ങുക. എങ്ങനെ ഉണ്ടാവും? സങ്കല്പിക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത് ഇരുന്നിട്ട്? അങ്ങനെയൊക്കെ ചെയ്ത് ജീവിച്ചവരെന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ മറ്റേ അമ്മ TV ഓഫ് ചെയ്തു പറഞ്ഞ മാവിൻ്റെ കൊമ്പത്തേക്ക് കയറിയത്. ചവിട്ടി കൊല്ലണ്ടേ എനിക്ക് ആദ്യം? മാവിൻ്റെ കൊമ്പത്തേക്ക് കയറുന്നതിൻ്റെ മുമ്പ് അമ്മ TV ഓഫ് ചെയ്തു എന്ന് പറഞ്ഞതിന് മൊബൈൽ ഫോൺ വാങ്ങി വെച്ചതിന് കുട്ടി. അപ്പം നോക്കുക, അപ്പം അത്രയുണ്ട്. അപ്പുറത്ത് മുണ്ടുണക്കിയിട്ട് ഉടുത്തുണക്കിയിട്ടും 2 ദിവസം ഉണ്ണാണ്ട നടന്നിട്ടും ഇന്നും മാവിൻ്റെ കൊമ്പത്തേക്കൊന്നും കയറിയില്ല. അന്ന് അവരെന്ത് ചെയ്തു? ജീവിക്കുകയും ഞാൻ എന്താണ് ആ ജാതി കഷ്ടപ്പാടിലും മുമ്പിക്ക് നോക്കിയിട്ടൊരു വെളിച്ചം കണ്ടിട്ടൊന്നുമില്ല. എന്നിട്ടും ജീവിച്ചവരുണ്ട്. അവരിന്നും അന്തസ്സായിട്ട്. അവരുടെയൊക്കെ വെളിച്ചം നമ്മുടെ ശക്തി. ആലോചിച്ചോക്കില്ലേ? നമ്മളിപ്പോൾ ഒന്നും നല്ല അന്തസ്സായിട്ട് ജീവിക്കണ്ട. എന്തുകൊണ്ട്? അവരൊക്കെ തന്നെ ആ ഒരു വലിയൊരു മഹിമയാണ് നമ്മുടെ കയ്യിൽ. അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ നിസ്സാര കാര്യത്തിലൊക്കെ ഓരോന്നിനും പോകുമ്പോഴേ വെറുതെ ഒന്ന് പിന്നാക്കം ചിന്തിക്കാൻ മതിയായിക്കോളും. എന്ത് നമ്മുടെ ചെറിയ അല്പമായ ചില കാര്യങ്ങളൊക്കെ അതിലങ്ങോട്ട് കടന്നു പോവുക. ഇവിടെ ഈ ഒരു പ്രയോഗം ഈ ദിയതാമന്നം വാസാംസി വിവിധാനിച്ച എന്ന് പറഞ്ഞ രാജാവിൻ്റെ വാക്യല്ലേ? ഇതേ വാക്യം നമ്മൾ ഇനി വേറെ എവിടെയാണ് കേൾക്കാന്നറിയോ? മഹാഭാരതത്തില് പാണ്ഡവന്മാരുടെ രാജസൂയം യജ്ഞം നടക്കും. ആ രാജസൂയം യജ്ഞം നടക്കുമ്പം അവിടെയും എന്ത് കേൾക്കാം? ഈ ദിയതാമന്നം വാസാംസി വിവിധാനിച്ച ഒരേ സമ്പ്രദായത്തിൽ കേൾക്കാം. അതിൻ്റെ അർത്ഥം എന്താ? ഈ ഒരേ സാധനം അവിടെ കേൾക്കും. മഹാഭാരതമൊക്കെ ഇത് കഴിഞ്ഞിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഉണ്ടായത്? ത്രേതായുഗത്തിലെ പുസ്തകമാണ് ഇപ്പം നമ്മുടെ മുമ്പിലിരിക്കുന്നത്. മറ്റേത് ദ്വാപരയുഗത്തിൽ ഉണ്ടായത്, കലിയുഗത്തിലേക്ക് ആ സന്ധ്യയിൽ ഉണ്ടായതാണ് നമ്മുടെ കയ്യിലിരിക്കണേ ഭാരതം ഭാഗവതം ഒക്കെ. അപ്പം അതിലും ഇതിലും ഒരേപോലെ ഒരു കാര്യം പറയണു വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ? ഇത്രയും കാലം പിന്നിട്ട് പോന്നിട്ടും, ഇത്രയൊക്കെ കാലവും കാലാവസ്ഥയും ആളുകളും വംശങ്ങളും പരമ്പരകളും ഒഴുകി പോയിട്ടും എത്ര വ്യത്യാസം വന്നു ലോകത്ത്. ആ കാലത്തും എന്തിനു മാറ്റം വന്നിട്ടില്ല? ഈ സംസ്കാരത്തിന്. ഏത് സംസ്കാരത്തിന്? അന്നം കൊടുക്കണതിനും വസ്ത്രം കൊടുക്കണതിനുമുള്ള ആ ഒരു വലിയ സംസ്കാരമായിട്ട് ഈ ഭക്ഷണം കൊടുക്കലും വസ്ത്രം കൊടുക്കലൊക്കെ വലിയ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അന്നദാനം വസ്ത്രദാനം. ഇപ്പോഴും നമ്മൾ ദാനം കൊടുക്കുമ്പോൾ പ്രധാനമായിട്ട് എന്താ പറയുക? അന്നദാനം മഹാദാനം എന്ന് പറയില്ലേ? എന്താ കാരണം? അത് വലിയൊരു കാര്യമാണ്. എത്ര വലിയ പണക്കാരനായാലും എന്താ ആഹാരം വിശക്കില്ലേ? വലിയ പണക്കാരനോ കോടികളൊക്കെ ഉള്ള ആളാണ് അദ്ദേഹം. മറ്റേതിരിക്കുന്ന വിദേശത്തുനിന്ന് കോടികൾ ഉണ്ടാക്കിയിട്ട് പെട്ടിയിൽ നിറയെ ബിസ്ക്കറ്റായിട്ടാണ് വരുന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ എന്ന് 3 ദിവസത്തെ ഹർത്താല. ബസ്സും ഇല്ല, കാറും ഇല്ല, ഒന്നുമില്ല. എന്ത് ചെയ്യും? വിമാനത്താവളത്തിൽ നിന്ന് നേരെ റെയിലിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് നടന്നു. ഒരു ചേമ്പിൻ്റെ എല്ലാം തലയിൽ വെച്ച് കെട്ടി. എന്നിട്ട് റെയിലും കൂടി നടന്ന് വരികയാണേ കുടുംബത്തേക്ക്. പറഞ്ഞിട്ട് വില പെട്ടിയിൽ ബിസ്ക്കറ്റാന്ന് പറഞ്ഞിട്ട് വില ഉച്ചയായപ്പം നിർത്തിയില്ലേ? ദാഹിച്ചിട്ടും വയ്യ, വീശിച്ചിട്ടും വയ്യ. പിന്നെയും നടന്നു വെയിലത്തെ റെയിലിൻ്റെ മുകളിൽ കൂടി നടക്കുകയാണേ. വയ്യ. അപ്പോഴാണ് മനസ്സിലായി ഇനിയും നടന്നാൽ ചിലപ്പോൾ ബിസ്ക്കറ്റ് തിന്നാൻ കുടുംബത്തെ ആരും ഉണ്ടാവില്ല എന്ന്. എന്താ കാരണം? വഴിയിൽ തന്നെ ചത്തുപോയി. ബിസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? എന്ത് അപ്പം അറിയല്ലേ ഇതൊക്കെ?
അദ്ദേഹം എന്ത് ചെയ്തു, പെട്ടിയിലിരിക്കുന്ന എന്തെങ്കിലും ആവട്ടെ, അടുത്ത വീട്ടിൽ കയറിയിട്ട് ലേശം വെള്ളം തരുമോ, വയ്യ ഞാൻ അപ്പം മരിച്ചു വീഴുന്നു. അപ്പം അവർ വിളിച്ചിരുത്തി ആഹാരം കൊടുത്തു, വെള്ളവും കൊടുത്തു, വിശ്രമിച്ചിട്ട് പോയിക്കോളോ പറഞ്ഞിട്ട് അവിടെ ഒന്ന് കിടക്കാനും വിശ്രമിക്കാനൊക്കെ ഇത്തിരി ആശ്വാസം ചെയ്യാനൊക്കെ ഉള്ള സൗകര്യവും കൊടുത്തു. അയാൾ അവിടെ ഇരുന്ന് നല്ലോണം വിശ്രമിച്ചു. സന്തോഷമായി. പിറ്റേന്നേക്ക് എന്ത് പോയി, ഓട്ടോറിക്ഷയ്ക്ക് ഇറങ്ങി തുടങ്ങി. അയാൾ ഓട്ടോറിക്ഷ വിളിച്ച് പോവുകയും ചെയ്തു. ഒരു ബിസ്ക്കറ്റ് ഇവിടെ കൊടുക്കുകയും ചെയ്തു. ആർക്കും അത് വേണ്ടിയിരുന്നില്ല, കുറച്ച് കൂടിപ്പോയില്ലേ. കൊടുത്താലും തെറ്റൊന്നുമില്ല. ഈ ബിസ്ക്കറ്റ് ബാക്കിയുള്ളത് അനുഭവിക്കാൻ താൻ ഇപ്പോൾ ഉള്ളത്. അവർ തന്ന വെള്ളത്തിൻ്റെ ശക്തി ഉണ്ടായതുകൊണ്ട് ഒരു ബിസ്ക്കറ്റ് അവിടെ കൊടുക്കണേന്ന് തെറ്റൊന്നും. ഞാൻ പാവങ്ങൾ അതുകൊണ്ട് നന്നായി പോയിച്ച പോയിക്കോട്ടെയല്ലേ, ആരും ഗുണമല്ലേ ഇത്. അതൊക്കെ നല്ല മഹിമ. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം, എത്ര നമുക്ക് പണം ഉണ്ടായാലും പ്രതാപം ഉണ്ടായാലും ഉദ്യോഗം ഉണ്ടായാലും കേമത്തുണ്ടായാലും സൗന്ദര്യം ഉണ്ടായാലും ആളുണ്ടായാലും അർത്ഥം ഉണ്ടായാലും എന്തുണ്ടായാലും ഉച്ചയാകുമ്പോൾ എന്തുണ്ടാവും, രാവിലെ ഉണ്ടല്ലേ. എന്നാലും നമ്മൾ ഉച്ചത്തെയാണല്ലോ പ്രധാനമായിട്ട് പറയുക. ഉച്ചയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അമ്മയുണ്ടല്ലോ വിശക്കില്ല, ഉണ്ടോ, അച്ഛൻ ഉണ്ടല്ലോ, ഭാര്യ ഭർത്താവ് ഏട്ടൻ അനിയൻ പണം പ്രതാപം ഒന്നും ഉണ്ട്. വിശപ്പ് എല്ലാ ജീവജാലങ്ങൾക്കും സമാനം, മനുഷ്യന്മാർക്ക് മാത്രം. അതുകൊണ്ടാണ് ശാസ്ത്രത്തിൽ പറയും അന്നദാനത്തിന് അധികാരി ഭേദമില്ല എന്ന് പറയും. എന്തിനില്ല, മനസ്സിലായിട്ടില്ല. ഏത് ദാനത്തിന് അധികാരി ഭേദമുണ്ട്. ഇന്നയാൾക്കെ കൊടുത്താൽ മതി, ഇന്നയാൾക്കെ കൊടുക്കാവോ, മറ്റേയാൾക്ക് കൊടുക്കരുത്, അങ്ങനെയൊക്കെ ചിലതൊക്കെ ഭേദം പറയും. പക്ഷെ അന്നദാനത്തിന് മാത്രം എന്ത് പറയില്ല, അധികാരി ഭേദം പറയില്ല. മനുഷ്യന്മാർക്കും കൊടുക്കണം, പണക്കാർക്കും കൊടുക്കണം, പാവങ്ങൾക്കും കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം, ജന്തുക്കൾക്കും കൊടുക്കണം. ജന്തുക്കൾക്കും ഉണ്ട് ഇതിന്, ജന്തുക്കൾക്ക് ആഹാരം തരാവുന്നിടത്തോളമൊക്കെ കൊടുക്കണം. എന്താ കാരണം എന്ന് പറയുക, എല്ലാ ജീവികളും ജീവിച്ചു പോണത് ആഹാരം കൊണ്ടായതുകൊണ്ടാണ്. ആ അന്നദാനത്തിൻ്റെ മഹിമ ആ രാമായണ കാലത്തെ അതേ ശക്തിയിൽ ഭാരതത്തിൻ്റെ കാലത്തും നിലനിൽക്കണോ എന്നുള്ള ഭാരതത്തിൻ്റെ സംസ്കാരം കൂടി ആ രണ്ടു വരിയിൽ നമ്മളിതൊക്കെ വായിച്ചു പോകുമ്പോഴേ ഒഴുക്കം മട്ടിൽ അങ്ങോട്ട് പോയാൽ പറ്റില്ല കേട്ടോ. ഇതൊക്കെ ഒന്ന് ഉള്ളിൽ ഇങ്ങനെ ഒന്നിങ്ങനെ കോറിയിട്ട് പോയിക്കോളൂ. അന്നദാനത്തിൻ്റെ മഹിമ. രാജാവിൻ്റെ യജ്ഞം മഹാകേമായി. യജ്ഞം കേമായ സമയത്ത് യജ്ഞത്തിൽ നിന്ന് എന്താ ഉണ്ടായെന്നറിയൂ, ഒരു പ്രാജാപത്യ പുരുഷൻ എന്ന് പറഞ്ഞൊരു മഹാവിദ്വാനായൊരു ദേവൻ വന്നിട്ട് യജ്ഞപ്രസാദം പായസം ആരുടെ കയ്യിൽ കൊടുത്തു, പുരോഹിതന്മാർക്ക് കൊടുത്തു. പുരോഹിതന്മാര് ഈ പായസം രാജാവിനും കൊടുത്തു. രാജാവ് എന്ത് ചെയ്തു, രാജാവ് ചെയ്ത് നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പറയാം. ഒരു 10 മിനിറ്റ് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമ്മുടെ പായസം എങ്ങനെയാണ് ദശരഥൻ ഭാഗം വെച്ചത്? നമ്മുടെ പായസമല്ല, നമ്മൾ മനസ്സിലാക്കിയ മട്ടിൽ എങ്ങനെയാ പായസം ഭാഗം വെച്ചത് വേഗം പറഞ്ഞോളൂ. പിന്നെ മറ്റേ പറയാം ഒപ്പായി. അതെ, ഉരുളിയിൽ ഇങ്ങോട്ട് വാങ്ങിയിട്ട് ചട്ടങ്ങ് കൂട്ടിയിട്ടതും കൊണ്ട് അപ്പം അതന്ന് ആരും ഉണ്ടായില്ലേ തോന്നുന്നുണ്ട്. ഭാഗം വെച്ചത് എങ്ങനെയാണ്? ഉരുളി ഇങ്ങോട്ട് വാങ്ങിയിട്ട് നേരെ നടക്കിങ്ങോട്ട് പകുതിയായിട്ട് ഭാഗിച്ചു. പകുതി കൗസല്യക്കും കൊടുത്തു, പകുതി കൈകേയും കൊടുത്തു. അപ്പം സുമിത്ര മുണ്ട് മുക്കാൻ പുഴയിലേക്ക് പോയത്, തോട്ടിക്കാം എന്തോ അങ്ങനെ എന്തോ ഒരു അരക്ക എങ്ങടോ ഒന്ന് പോയി. ഓട്ടോറിക്ഷ വിളിച്ച് പോയി. പിന്നെ സുമിത്ര വന്നപ്പോൾ എന്ത് ചെയ്തു, ആരുടെ കൗസല്യ പകുതിയും കൊടുത്തു, കൈകേയി പകുതിയും കൊടുത്തു. അങ്ങനെ 2 പകുതി ആർക്ക് കിട്ടി, സുമിത്രയ്ക്ക് കിട്ടി, മറ്റവർക്ക് കാൽഭാഗം കിട്ടി. ഇങ്ങനെയല്ലേ കണക്ക്? തെറ്റ്, ഇങ്ങനെയല്ല ഭാഗം വെച്ചത്. ഈ ഭാഗം ഇപ്പം ചോദിച്ചതിന് ശേഷം നമ്മൾ വെച്ച ഭാഗം അന്നനി ഇവിടുത്തെ വാൽമീകി വളരെ ഈ ഭാഗം വെപ്പൊന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിക്കണം. രാമായണത്തിൻ്റെ ഇനി മുമ്പിലേക്ക് പോണ ഓരോ സന്ദർഭത്തിൻ്റെയും ചരട്, ആ തന്തു സൂത്രം ഇവിടെ കിടക്കണത് ശ്രദ്ധിക്കണം കേട്ടോ. ഓരോന്നും നമുക്ക് ആ ഭാഗം 10 മിനിറ്റ് കാപ്പി കഴിക്കാൻ വെള്ളം കുടിച്ചിട്ടൊക്കെ വരും, കാലൊഴുകിയിട്ടൊക്കെ വരും. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് അടുത്ത ഭാഗം പറയാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരും എഴുന്നേറ്റ് ആരതി എഴുതി ചായ കഴിച്ച്. നേരത്തെ ആചാര്യൻ അരമണിക്കൂർ വന്നു, ഇപ്പം ആചാര്യൻ 10 മിനിറ്റാണ് തന്നത്. ആ 10 മിനിറ്റ് കൊണ്ട് എഴുന്നേറ്റുള്ളിൽ യാത്രിക്കണ്ട, വേഗം പോന്നിട്ട് ചായ കഴിച്ച്